കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പിങ്ക് പാറ്റേൺ പേപ്പേഴ്സ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. എന്നാൽ ഇന്ന് ബ്ലൂ തീമിലൊന്നായാലോ? കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും പോയി കണ്ടുവെക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ജേണൽ സപ്ലൈസ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ സപ്ലൈസ് ഇല്ലാത്തവർ വേഗം ഒരു പേപ്പർ എടുത്തോണ്ട് വരാം. നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തു നോക്കാം. ഫസ്റ്റ് മെത്തേഡ് കണ്ടില്ലേ, വളരെ സിമ്പിൾ ആണ്. ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കിയാലോ? ഇതൊക്കെ എങ്ങനെ വരച്ചെടുക്കുന്നു, എങ്ങനെ കാണാതിരിക്കുന്നു എന്നല്ല, ജേർണലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നാണ് കാര്യം. എന്തായാലും ഈ ബ്ലൂ കളർ തീം പേപ്പർ വെച്ചിട്ട് വേറെ ഒന്നിലും കൊണ്ടോട്ടിച്ച് വെക്കാനൊന്നും പറ്റില്ല. അതായത് ഇപ്പൊ ഈ ബ്ലൂ കളർ പേപ്പറിൽ ഞാൻ ബ്ലൂ സ്കെച്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂ കളർ തീമുള്ള ജേർണലിങ്ങിന് മാത്രമായിരിക്കും ഇത് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊന്ന് നോക്കിയാൽ ഞാനൊരു റിബൺ പോലെ ചെയ്തിട്ടുണ്ട്. അതൊരു പിൻട്രസ്റ്റി തിങ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് റെഡിന്റെ കൂടി ഇത് മാച്ച് ആവും. അടുത്തായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഗ്രീൻ കളർ വെച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ തീമിലുള്ള ഒരു ജേർണലിങ്ങിന് പെർഫെക്റ്റ് ആണിത്. ഈ ഐഡിയാസിന് വേണ്ടിയിട്ട് ആരും പിൻട്രസ്റ്റിൽ പോയി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓരോരോ ലൈൻസ് വരയ്ക്കും തോറും നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി കൂടി വേറെ വേറെ ഐഡിയാസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ ബ്ലൂ തീംഡ് ജേർണലിംഗ് ഐഡിയ. ഇനി പാർട്ട് 3ക്ക് വെയിറ്റ് ചെയ്യുക. അത് വൈറ്റ് പേപ്പറിലായിരിക്കും.